നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ട 2019 ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിന ചാവേർ സ്ഫോടന വിഷയത്തിൽ ഇപ്പോഴിതാ പ്രതികളെ വധശിക്ഷയ്ക്ക് ശ്രീലങ്കൻ കോടതി വിധിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ ഇതേപ്പറ്റി നിരവധി കമൻറ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത്. 2 ശ്രീലങ്കൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്ത ആ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോയത്? ഇന്ത്യയുടെ പങ്ക് എന്താണ് അതിൽ? അതെ, 2019 ഈസ്റ്റർ ആക്രമണത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റോ വഴി നൽകിയ ചില മുന്നറിയിപ്പുകൾ അത് ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങളായിരുന്നു. അത് വെറുമൊരു ഇൻ്റലിജൻസ് ഷെയറിംഗ് ആയി കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ ശ്രീലങ്ക അത് അവഗണിച്ചു. ഇതേ തുടർന്നാണ് 100ഓളം പേരുടെ മരണത്തിനിടയാക്കിയ ആ ചാവേർ സ്ഫോടനം അരങ്ങേറിയത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയ്ക്കാണ് ഇത് സംബന്ധിച്ച വിവരം നേരത്തെ തന്നെ ചോർന്നു കിട്ടിയത്. അതും ശ്രീലങ്കയിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ നിന്നും. 2018 സെപ്റ്റംബറിൽ കോയമ്പത്തൂരിൽ ഐസിസ് അനുഭാവികളായ 6 പേരെ NIA അറസ്റ്റ് ചെയ്തു. അവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ പെൻഡ്രൈവ്, മെമ്മറി കാർഡ്, CD എന്നിവ ലഭിച്ചു. അതിൽ നിന്നും സംശയകരമായ ഒരു വീഡിയോ ലഭിച്ചു. അത് നാഷണൽ തൗഹീദ് ജമാഅത്ത് തലവൻ സഹ്റാൻ ഹാഷിമിൻ്റെ പ്രസംഗമായിരുന്നു. ആ വീഡിയോയിൽ ഹാഷിം തമിഴ്നാട്, കേരള, ശ്രീലങ്കൻ യുവാക്കളെ റാഡിക്കലൈസ് ചെയ്യാനും വലിയൊരു കാര്യം ഉടൻ സംഭവിക്കും എന്ന് പറയുന്നതുമൊക്കെ വ്യക്തമായി ഉണ്ടായിരുന്നു. ഇതിൽ നിന്നുമാണ് നമ്മുടെ നാട്ടിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ സംയുക്തമായി അന്വേഷണം ആരംഭിച്ചത്. ഹാഷിമിൻ്റെ മൊബൈൽ നമ്പറുകൾ ട്രാക്ക് ചെയ്തതിലൂടെ പ്രതി ബംഗ്ലാദേശിലെ ISIS ഭീകരരുമായി ബന്ധപ്പെടുകയാണെന്ന് ഇന്ത്യക്ക് വിവരം ലഭിച്ചു. അങ്ങനെ 3 തവണ ഇന്ത്യ ശ്രീലങ്കൻ അധികൃതർക്ക് രഹസ്യ മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിന് 17 ദിവസം മുമ്പായിരുന്നു ആദ്യത്തെ അലർട്ട്. നാഷണൽ തൗഹീദ് ജമാഅത്ത് ശ്രീലങ്കയിൽ ഒരു ആത്മഹത്യാ ആക്രമണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയിലെ പ്രമുഖ പള്ളികൾ, കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ എന്നിവിടങ്ങളിൽ ചാവേർ ആക്രമണം ഉണ്ടാകാം എന്നതായിരുന്നു ഇന്ത്യയുടെ അലർട്ട്. ഈ വിവരം ശ്രീലങ്കൻ പോലീസ് മേധാവി ഏറെ താമസിച്ചാണ് ഒരു നോട്ടീസായി താഴെത്തട്ടിലേക്ക് അറിയിച്ചത്. പക്ഷേ അത് ശ്രീലങ്കൻ പോലീസ് കാര്യമായി എടുത്തില്ല. ഏപ്രിൽ 20 ആക്രമണത്തിൻ്റെ തലേ ദിവസം വീണ്ടും ഇന്ത്യൻ ഏജൻസികൾ മറ്റൊരു മുന്നറിയിപ്പ് നൽകി. ഏതൊക്കെ പള്ളികൾ, ഏതൊക്കെ ഹോട്ടലുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നിവരെ ആ മുന്നറിയിപ്പിലുണ്ടായിരുന്നു. സ്ഫോടനത്തിന് 2 മണിക്കൂർ മുമ്പും ആക്രമണം ഉടൻ നടക്കുമെന്ന് റോ വീണ്ടും ശ്രീലങ്കയ്ക്ക് അടിയന്തരമായ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ശ്രീലങ്ക അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ല. ശ്രീലങ്കൻ സർക്കാരിൻ്റെ ആ പരാജയം കൊണ്ടാണ് അന്നത്തെ ശ്രീലങ്കൻ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗയ്ക്ക് പിന്നീട് സമ്മതിക്കേണ്ടി വന്നത് ഇന്ത്യൻ ഇൻ്റലിജൻസ് കൃത്യമായ വിവരം നിന്ന്, പക്ഷേ അത് താഴെത്തട്ടിലേക്ക് എത്തിയില്ല, ഞങ്ങളുടെ ഭാഗത്ത് വീഴ്ച പറ്റിയെന്ന്. അതിന് കാരണം ശ്രീലങ്കയിലെ രാഷ്ട്രീയ വടംവലികളായിരുന്നു. അന്നത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയും പ്രധാനമന്ത്രി വിക്രമസിംഗയും തമ്മിൽ കടുത്ത രാഷ്ട്രീയ പോര് തുടരുകയായിരുന്നു. ഇതോടെ ദേശീയ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ പ്രസിഡന്റ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റോ നൽകിയ ഈ ഗുരുതരമായ മുന്നറിയിപ്പുകൾ ഫയലിൽ തന്നെ ഇരുന്നു. മുന്നറിയിപ്പ് അവഗണിച്ചതോടെ ഏപ്രിൽ 21 3 പള്ളികളിലും 3 ലക്ഷറി ഹോട്ടലുകളുമായി 8 സ്ഫോടനങ്ങൾ നടന്നത്. 321 പേരാണെന്ന് കൊല്ലപ്പെട്ടത്. പിന്നീട് ശ്രീലങ്കൻ സർക്കാർ രൂപീകരിച്ച അന്വേഷണ കമ്മീഷനുകൾ ഇന്ത്യ 3 തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. നമ്മുടെ റോയുടെ ഇൻ്റലിജൻസ് കൃത്യമായ മുന്നറിയിപ്പ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം തെളിവായി കണ്ടെത്തി ശ്രീലങ്കൻ കോടതി ഇതിന് ഉത്തരവാദികളായ 2 ഉന്നത ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ തന്നെ വിധിച്ചത്. എന്തായാലും ഇന്ത്യയുടെ റോയും IBയും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും NIAയും ഒക്കെ രാജ്യത്ത് നടക്കുന്ന പ്രധാന വിഷയങ്ങൾ മാത്രമല്ല ജാഗരൂകരായിരിക്കുന്നത്, അയൽ രാജ്യങ്ങളിലും എന്തൊക്കെയാണ് സംഭവിക്കുക, അത് ഇന്ത്യൻ ജിയോ പൊളിറ്റിക്സിനെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് വളരെ വ്യക്തമായി അവർ അന്വേഷിക്കാറുണ്ട്.